എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഫുള്ളി ഒരു അവയർനെസ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയൊരു പനി വന്നാലോ ചെറിയൊരു മുറിവ് വന്നാലോ നമ്മൾ ഓടിപ്പോയി എടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ്, റൈറ്റ്? അതിൻ്റെ വലിയൊരു ഒരു ഒരു ബാഡ് സൈഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓരോ തവണ എടുക്കും തോറും അതിൻ്റെ ഒരു ടോളറൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു തവണ നമ്മളൊരു മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ബോഡി എടുക്കുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കത്തില്ല പിന്നീട് നമ്മൾ അത് കുടിക്കുമ്പോൾ. പിന്നീട് അതിനേക്കാളും കൂടിയ എമൗണ്ട് നമ്മൾ എടുത്താൽ മാത്രമേ ആ സെയിം എഫക്റ്റ് കിട്ടത്തുള്ളൂ. സോ അങ്ങനത്തെ ഇഷ്യൂ ശരിക്കും ആൻറ്റിബയോട്ടിക്സിനുണ്ട്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രി ആയ നമ്മുടെ അമേരിക്ക, UK, ജർമ്മനി, ഇറ്റലി കണക്കുള്ള രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. സോ ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ചെറിയ ഒരു ഇൻഫെക്ഷന് പോലും നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം അതൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അത് കൊടുത്തിട്ട് പിന്നെ ഒരു ഉപയോഗം വരത്തില്ല. സോ അങ്ങനെ ഏകദേശം 2.8 മില്യൺ പീപ്പിൾ ഇതേപോലെ സഫർ ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ മാത്രം. പെർ ഇയർ ഏകദേശം 35,000 ആണ് പീപ്പിളാണ് ഇതിൽ മരിക്കുന്നത് ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ട്. സോ കേരളവും ഇന്ത്യയും ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലൊരു പ്രവർത്തനമുണ്ട്, ഇന്ത്യയിലുണ്ട്. അവരൊക്കെ ഇനിഷ്യേറ്റീവ് ചെയ്തേക്കെന്ന് പറയുന്നത് മാക്സിമം ആൾക്കാരിൽ ഈ ഇൻഫർമേഷൻ എത്തിക്കുക, അവയർനെസ് എത്തിക്കുക എന്നാണ്. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു മുറിവുണ്ടായാൽ ചാടി കയറി നമുക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരാൾക്കൊരു ഡയറി വന്നു ഉടനെ കയറി മെട്രോയോ അതിൻ്റെ ആ മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല. അത് താനേ ചെറിയ 1-2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പ്രിസ്ക്രിപ്ഷൻ എടുക്കാം. അപ്പോൾ ആൻറ്റിബയോട്ടിക് ടോട്ടലായിട്ട് എടുക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മിസ്യൂസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു ചെറിയൊരു പനിക്കോ അല്ലെങ്കിൽ ചെറിയ ഒരു മുറിവിനോ ചെറിയൊരു ഇഷ്യൂസിനോ ചെറുതായിട്ടൊരു തൊണ്ടവേദന എടുത്താൽ ഒട്ടനെ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന ഒരാൾക്കാരുണ്ട്. അത് ശരിക്കും അത് നിങ്ങളുടെ നോളേജോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ ഇതല്ല. അത് ശരിക്കും ഒരു മണ്ടത്തരമാണെന്ന് വേണം ശരിക്കും പറയാൻ പറ്റി. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നത്. സോ ഇതിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ഈ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് പല സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പാൻഡോപ്പോ റാൻഡാക്കോ നിർത്തി ഇപ്പം പാൻഡോപ്പോ ഏതെങ്കിലും ഒന്ന് തരും. കാരണം അത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ സ്റ്റൊമക്കിൽ പോയിട്ട് നമ്മുടെ ആവശ്യമുള്ള ഒരു ഗട്ട് ഫ്ലോറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗട്ടിൻ്റെ ഒരു വലിയൊരു ശേഖരമുണ്ട് നമ്മുടെ ബോഡിക്കകത്ത്, സ്റ്റൊമക്കിൽ. സോ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡൊക്കെ ശരിക്കും മെറ്റബോളിസം അതിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുന്ന ഒരു മെഷീൻസോ ഒന്നുമല്ല. അതൊക്കെ വളരെ നാച്ചുറൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നത്. സോ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ വരെ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കിലൂടെ നശിപ്പിച്ച് കളയുക. അതിനുശേഷം ഇവർക്ക് ഡയറിയ തുടങ്ങി പല ഇഷ്യൂസും വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എനിക്കിപ്പം കോവിഡ് സമയം 2020 തൊട്ട് 2022 വരെ ഏകദേശം കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 പീക്കും ഇടയ്ക്കിടയ്ക്ക് കോവിഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4 തവണയൊക്കെ നമുക്ക് കോവിഡ് വന്നിട്ടുണ്ട്, മീൻസ് എനിക്ക് വന്നിട്ടുണ്ട്. സോ ഇതിനിടയ്ക്ക് ഒരുപാട് തവണ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടി വന്നു. സോ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ശരിക്കും ഗട്ട് അത്ര നല്ലതല്ല. അപ്പം ഒരു തവണ ഒരു സാധനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് റിട്ടേൺ എടുക്കാൻ വേണ്ടി. സോ ഞാനീ പറയുന്നത് ഒരു അവയർനെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ ആൻറ്റിബയോട്ടിക് വെറുതെ എടുക്കരുത്. ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമ്മളെ ഒരുപാട് ബാധിക്കും. ഇപ്പം നിങ്ങൾ ഈ കഴിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള അസുഖം മാറിക്കിട്ടുമെന്ന് വെച്ചോ, ശരിക്കും ഭാവിയിൽ വരുമ്പോൾ സംഭവിക്കുമ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ, ചെറിയ ഒരു പല്ല് വേദനയ്ക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മുറിവിനോ ഇൻഫെക്ഷനോ നമ്മൾ ഒരു മരുന്നെടുക്കുമ്പം അത് എഫക്റ്റീവ് ആവാതെ വരും. സോ പിന്നെ ഒരു മരുന്നേ കാണത്തില്ല കൊടുക്കാൻ. ഒരു ചെറിയ അസുഖത്തിന് നിങ്ങൾ മരണപ്പെട്ടു പോവേണ്ട അവസ്ഥ വരെ എത്തും. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ശരിക്കും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇടയ്ക്കൊരു കേരള ഗവൺമെൻറ് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു, ഈ ഫാർമസികൾ വഴി വെറുതെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന നിർത്തണം. അത് പ്രിസ്ക്രിപ്ഷൻ വിത്ത് ശരിക്കുമുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നു. പക്ഷേ എത്രത്തോളം ഇതൊക്കെ പ്രാവർത്തികമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് ശരിക്കും പറയാനുള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആൾക്കാർ മനസ്സിലാക്കുക, ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ വെറുതെ പഞ്ചാര ഗുളിക കണക്ക് മറ്റ് അലോപ്പതി, ഹോമിയോയിലൊക്കെ മരുന്ന് അല്ലെങ്കിൽ ആയുർവേദത്തിലെ മരുന്നിനെ കണക്ക് വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വെറുതെ കഴിക്കരുത്. അങ്ങനത്തെ സാധനമല്ല ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിന് പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ മാത്രമേ കഴിക്കാവൂ. അതൊക്കെ തന്നെ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.